പക്ഷേ ഇത് വിസ്കോസ് മെറ്റീരിയൽ ഓൾമോസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ നൂല് പൊന്തും. നമ്മുടെ നാട്ടിലൊക്കെ നിരക്കാന്നൊക്കെ പറയും. ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര പ്രോബ്ലം ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ എക്സാക്ട്ലി ഇതിൽ കുറച്ച് നൂലൊക്കെ പൊന്തി ഇതിങ്ങനെ വൃത്തികേടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഷിഫോൺ മെറ്റീരിയലൊക്കെ നിൽക്കുന്ന ആ ഒരു ഫിനിഷിൽ ഈ ഒരു മെറ്റീരിയൽ നിൽക്കില്ല വിസ്കോസ്. ഇപ്പം വാങ്ങി 2 ദിവസം കഴിഞ്ഞാലും നിൽക്കും. അത് കഴിഞ്ഞ് ഒരൊറ്റ വാഷിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വാഷിലോ നമ്മൾ എത്ര കീപ്പ് ചെയ്ത് വാഷ് ചെയ്താലും വിസ്കോസ് ഹിജാബിൽ നൂല് പൊന്നുന്ന പ്രശ്നങ്ങളുണ്ടാവും. നിരക്കുന്ന സമയത്ത് അതൊരു കുറച്ച് പഴയതായ പോലെ തോന്നും. ഇപ്പം ജോർജറ്റും ഷിഫോണും അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും സ്റ്റെയിനൊക്കെ ആയാൽ പെട്ടെന്ന് അത് ആ സ്റ്റെയിൻ അതിൽ നിന്ന് പോകുന്നത് ജോർജറ്റിൽ നിന്നായിരിക്കും. ഷിഫോൺ മേലെ ഒരു സ്റ്റെയിൻ ആയാൽ ഒരുപാട് കാലം നമ്മൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പിന്നി യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഭയങ്കര ഫ്ലോയിങ് മെറ്റീരിയലാണ്, തീരെ വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡിൽ നിൽക്കില്ല. അതുപോലെ തന്നെ ഇത് തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഷോളാണ്. ഈ ഷോള് നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ലോക്കൽ ഫീലാണ് ഈ ഒരു ഷോളിന് കിട്ടുക. ഈ 2 കളറും പിന്നെ പിങ്കുമാണ് ഇപ്പം ലീഡിങ് ആയിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽ ജോർജറ്റാണ്. പെർഫെക്റ്റ് ആയിട്ട് കോൺ കിട്ടും. ജോർജറ്റും ഷിഫോണൊക്കെ എപ്പോഴും സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്ലീറ്റഡ് ഹിജാബിന് അത്ര പ്രോബ്ലം ഇല്ല. പിന്നെ ഇത് പ്ലീറ്റഡ് തന്നെ ഒരു സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയലാണ്. പ്ലീറ്റഡ് തന്നെ ജോർജറ്റും വരുന്നുണ്ട്, പ്ലീറ്റഡ് കോട്ടണും വരുന്നുണ്ട്. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ചൂടും കുറവായിരിക്കും. ഇട്ടാൽ നല്ല രീതിയിൽ നിൽക്കും ചെയ്യും. ഒരു ക്യൂട്ട് എഫക്റ്റ് തരും പ്ലീറ്റഡ്. വേറൊരാൾ നല്ല നീറ്റിൽ ഷോളിട്ട് ചുറ്റി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നാണ്ടത് നല്ല തുണിയാണ്. തലയിൽ നല്ലോണം നിൽക്കുന്ന, ചൂടൊക്കെ കുറവായിട്ടുള്ള, നല്ല വൃത്തിക്ക് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷോളാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്, എന്നാൽ നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു ഷോളാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നമുക്കത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് അറിയലുണ്ടാവില്ല, അതിന് എത്ര വില വരുന്നു ഒന്നും അറിയലുണ്ടാവില്ല. അപ്പം ആ ഷോൾ നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയലിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ അതിൻ്റെ പ്രൈസൊക്കെ അനുസരിച്ച് വാങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഹിജാബ്സും അതിൻ്റെ റിവ്യൂ, അതിന് ചൂട് കുറഞ്ഞ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ളൊരു ടൈപ്പാണോ, അത് കാണാൻ എങ്ങനെയാണ് വരിക, ആ ഒരു മെറ്റീരിയലിൻ്റെ പേര് ഷിഫോണാണോ, പ്ലീറ്റഡ് ഷിഫോണാണോ, കോട്ടൺ ആണോ, അതുപോലെ തന്നെ ജോർജറ്റ് ആണോ, വിസ്കോസ് ആണോ, സാറ്റിൻ ആണോ, എന്താ അതിൻ്റെ പ്രത്യേകതകൾ, അതിനെങ്ങനെയാണ് പ്രൈസ് വരിക എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ പുതിയതായിട്ടൊരു ഹിജാബ് വാങ്ങാൻ പോകുമ്പം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ 2021 എല്ലാ ഗേൾസും ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞു പ്ലീറ്റഡ് ഹിജാബുകൾ. അതാണ് ട്രെൻഡിങ് നമ്പർ 1 നിൽക്കുന്നത്. പ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതേമാതിരി ഹിജാബിൽ ഇങ്ങനെ ചെറിയ മടക്കുകൾ ഉണ്ടാവും. അതാണ് പ്ലീറ്റഡ് ഹിജാബുകൾ. പ്ലീറ്റഡ് തന്നെ പ്ലീറ്റഡ് കോട്ടൺ, പ്ലീറ്റഡ് ഷിഫോൺ, പല മെറ്റീരിയലും വരുന്നുണ്ട്. ഇത് പ്ലീറ്റഡ് ഹിജാബിൽ നല്ല ഹെവി ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഹിജാബാണ്. ഇതിന് ടെസൽസ് ഉണ്ട് അതിൻ്റെ അടിയിലായിട്ട്. അതിൻ്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചർ ഉണ്ട്. പ്ലീറ്റഡ് ഹിജാബ് നിങ്ങൾ മറ്റേതായിട്ട് പ്ലെയിൻ ഹിജാബ് ഏത് ഹിജാബായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും ഭയങ്കര പ്രിറ്റി ആയിരിക്കും. അത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര പ്രിറ്റി ആയിരിക്കും. നല്ല ക്യൂട്ട് ലുക്ക് നമുക്ക് നൽകും. അപ്പോൾ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ചൂടും കുറവായിരിക്കും. ഇട്ടാൽ നല്ല രീതിയിൽ നിൽക്കും ചെയ്യും. ഒരു ക്യൂട്ട് എഫക്റ്റ് തരും പ്ലീറ്റഡ്. അപ്പോൾ ഇതേമാതിരി ലൈറ്റ് പ്രിൻ്റ് ഉള്ളതും പ്ലെയിൻ പ്ലീറ്റഡും നല്ല ഫ്ലോറൽ പ്രിൻ്റുള്ള നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് പ്ലീറ്റഡ് ഹിജാബുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇത് പ്ലീറ്റഡ് കോട്ടൺ ആണ്. ഇതിൻ്റെ ഒരു എമൗണ്ട് വന്നിട്ട് ഇതിപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിന് 300-350 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് തലയിൽ നന്നായിട്ട് നിൽക്കും, വീണ് കളിക്കില്ല. ഇത് നമുക്ക് നമ്മളുടെ ഹെഡിൽ നല്ല രീതിയിൽ നമുക്ക് സെക്യൂർ ആയിട്ട് നിൽക്കും. ചൂടൊന്നുമില്ല. നമ്മളൊരു സെക്കൻഡ് ലെയർ എടുത്താൽ അത് സെക്കൻഡ് ലെയർ പോലെ നിൽക്കും. നേരെ മറിച്ച് ജോർജറ്റ് ഷോളൊക്കെ വന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ എടുത്താൽ നമ്മൾ വീണ്ടും പിന്ന് വെച്ച് അവിടെ സെക്യൂർ ചെയ്യണം. കാരണം ജോർജറ്റും ഷിഫോണൊക്കെ എപ്പോഴും സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്ലീറ്റഡ് ഹിജാബിന് അത്ര പ്രോബ്ലം ഇല്ല. പിന്നെ പ്ലീറ്റഡ് തന്നെ ഒരു സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയലാണ്. പ്ലീറ്റഡ് തന്നെ ജോർജറ്റും വരുന്നുണ്ട്, പ്ലീറ്റഡ് കോട്ടണും വരുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹിജാബ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ഹെവി ഷിഫോൺ മെറ്റീരിയലാണ്. ഇതൊരു ലൈറ്റ് കളർ പിങ്ക് ഷെയ്ഡാണ്.
ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ. ഇത് ഭയങ്കര തിക്ക് മെറ്റീരിയലാണ്. ചൂടുകാലത്തൊന്നും നമുക്ക് തീരെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇത് ഇട്ടാലൊരു ഭയങ്കര ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു റേഞ്ച് എനിക്ക് എക്സ്ട്രാ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ കംഫർട്ട് ഇത്തിരി കുറവാണെങ്കിലും ചൂടൊക്കെ തോന്നുമെങ്കിലും ഞാൻ അധികവും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഷോളാണ്. ഇത് ഭയങ്കര ചൂടാവാൻ കാരണം ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ഭയങ്കര തിക്ക് മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു ഷോൾ എന്ന് വെച്ചാൽ ഇത് നമുക്ക് അയൺ ചെയ്യാതെയും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു പെർട്ടിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. ഈ ഒരു കളറ് ഇപ്പോൾ കൂടുതലായിട്ടും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. ഷോള് അത്യാവശ്യം കട്ടിയുണ്ട്. ഇങ്ങനെ കുറച്ച് കട്ടി ഉണ്ടാവുമ്പോൾ ഫസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ എടുക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നമുക്ക് ഒന്നും കൂടി വൃത്തിയിൽ ലഭിക്കും, കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ. അടുത്തതായിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ്. നമുക്ക് കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽ ജോർജറ്റാണ്. പെർഫെക്റ്റ് ആയിട്ട് കോണ് കിട്ടും. ഈ രണ്ട് കളറും പിന്നെ പിങ്കും ആണ് ഇപ്പം ലീഡിങ് ആയിട്ട് ട്രെൻഡ് ആയിട്ടുകൊണ്ടിരിക്കുന്നത്. ഹിജാബിൽ എപ്പോഴും കളറും ട്രെൻഡ് ആവാറുണ്ട്. ഇനി ഇത് വന്നിട്ട് ഞാൻ മോഡസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്ന നമ്പർ 1 ഇൻസ്റ്റാഗ്രാം ലീഡിങ് സൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതിനും 230 ഉള്ളിലുള്ളൂ. റേറ്റ് അധികം കൂടുതലില്ല. ഈ ഒരു എല്ലാ ഷാളിനും എനിക്ക് തോന്നുന്നു ഒരു 350 ബിലോ ആണ് വില. 350 ഒരുപാട് പ്രൈസ് ഉള്ളതൊന്നുമല്ല. പക്ഷേ ഈ പിങ്ക് അതുപോലെ തന്നെ ഈ ആഷ് കളറൊക്കെ ഭയങ്കര ആ ഒരു പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. പ്രത്യേക വെബ്സൈറ്റും ഉണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നല്ല സൂപ്പർ ഹിജാബാണ്. ഇത് ലേസർ ജോർജറ്റ് ആണ്. അതായത് ഇത് കുറച്ച് തിക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു. ഇത് അത്ര തന്നെ തിക്കില്ല, കുറച്ചും കൂടി കുഴഞ്ഞൊരു മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ്. നമ്മുടെ ഈ ഒരു ഷിഫോൺ പോലെ ഇത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണ്. ഇത് നെയിം വന്നിട്ട് ലേസർ ജോർജറ്റ് ആണ്. ഇതൊരു റെയർ കളറാണ്, ഒരു സ്റ്റാൻഡേർഡ് കിട്ടുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഷോളും. ഇതും അധികം വിടുത്തില്ല. ഇതൊരു പക്ക ജോർജറ്റ് ആണ് കേട്ടോ. ഇതുപോലത്തെ ബീഡ് വർക്കുള്ള ഷോള് ഇപ്പം കുറച്ച് മുന്നേ ഇപ്പം 2019 ഇങ്ങനെ ട്രെൻഡായിരുന്നു. ഇതിന് തീരെ വില കാണുന്നുണ്ടാവും. ഇത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണ്, തീരെ വിലയല്ല. അതുപോലെ തന്നെ ഇത് തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഷോളാണ്. ഈ ഷോള് നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ലോക്കൽ ഫീലാണ് ഈ ഒരു ഷോളിന് കിട്ടുക. അപ്പം ഇത് ഒരു ഡ്രസ്സിൻ്റെ കൂടെ ബൈ ചാൻസിൽ അറ്റാച്ച് ചെയ്ത് വന്ന ഒരു ഷോളാണ്. ഈ ഒരു ഷോള് ഇട്ടാലൊട്ടും ഭംഗിയില്ല. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഒരു അബായ പൊട്ടിക്ക് എടുത്ത ഷോളാണ്. ഇതൊരു കംഫർട്ടബിൾ ഷോളാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു എക്സ്ട്രാ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഇത് തലയിൽ നിൽക്കുന്നില്ല, പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നു. ഇതും ഒരു ടൈപ്പ് ഓഫ് ഷിഫോൺ ആണ്. നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പുതിയൊരു പൊട്ടിക്കാണ് ഹിജാബിൻ്റെ. അവർ കുറേ സ്ഥലത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മാൾ ഓഫ് ദുബായ് അബായസ്. അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. 350 ഒക്കെ ഉണ്ട് വില. അതിനനുസരിച്ചിട്ട് സാധനം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു കളറ് കുറച്ച് റെയർ കളറാണ്. ഇതൊരു ട്രെൻഡിങ് കളറൊന്നുമല്ല. പാർട്ടി വെയറൊക്കെ ആയിട്ടാണ് ഈ ഒരു കളറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക. ഒരു കാഷ്വൽ വെയർ ആയിട്ട് എനിക്ക് ഈ ഒരു കളർ അത്ര ഫേവറബിൾ ആയിട്ട് തോന്നുന്നില്ല. കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പിന്നി യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഭയങ്കര ഫ്ലോയിങ് മെറ്റീരിയൽ ആണ്, തീരെ വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡിൽ നിൽക്കില്ല. നാച്ചുറൽ ഫാബ്രിക് ആയിട്ട് തോന്നുന്നുണ്ട്. ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു റഫ് യൂസിനൊന്നും ഇത് പറ്റില്ല. കാരണം ഈ എല്ലാ ലൈറ്റ് കളറുകളും നമുക്കൊരു സ്ഥിരം യൂസിന് നമുക്ക് എന്തെങ്കിലും സ്റ്റെയിനൊക്കെ ആയാലും പറ്റില്ല. അപ്പം അതിനും വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു ഷോൾ ഞാൻ പറഞ്ഞില്ലേ, സനാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഇത് ജോർജറ്റ് ആണ്, ഇത് ഷിഫോൺ ആണ്. ഇതിൻ്റെ തന്നെ അത്ര തന്നെ കംഫർട്ടബിൾ അല്ല ഈ ഒരു ഷോൾ. ഇത് കുറച്ച് ചൂടൊക്കെ ഉണ്ട്. പക്ഷേ നോക്കുകയാണെങ്കിൽ വിലയൊക്കെ നോക്കുമ്പോൾ ഈ ഷോളാണ് ബെറ്റർ. പിന്നെ ഇതിൽ സ്റ്റെയിന് ഇപ്പം ജോർജറ്റും ഷിഫോണും അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും സ്റ്റെയിനൊക്കെ ആയാൽ പെട്ടെന്ന് അത് ആ സ്റ്റെയിൻ അതിൽ നിന്ന് പോകുന്നത് ജോർജറ്റിൽ നിന്നായിരിക്കും. ഷിഫോണുമേൽ ഒരു സ്റ്റെയിൻ ആയാൽ ഒരുപാട് കാലം നമ്മൾ അത് ഉരച്ച് നമ്മൾ വാഷ് ചെയ്താലും ഒരുപാട് കാലം അത് പറ്റി പിടിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയുള്ള ഒരു കട്ടി ജോർജറ്റിൽ നിന്ന് സ്റ്റെയിനൊക്കെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതും ഒരു ജോർജറ്റ് കളറാണ്. പൊതുവേ ഇപ്പം ഡാർക്ക് കളറുകൾ അത്ര ട്രെൻഡിങ് അല്ല, അധികം ആൾക്കാരൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് ഞാനൊരു 3 വർഷം മുന്നേ ഒരു ചുരിദാറിലേക്ക് വാങ്ങിയിട്ടുള്ളൊരു ഷോളാണ്. ഇത് ബ്രൗൺ കളറാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ജോർജറ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 3ഉം ജോർജറ്റ് ആണ്. പക്ഷേ ഈ 3 ഫാബ്രിക്കിലും വ്യത്യാസങ്ങളുണ്ട്. ഇത് ഭയങ്കര തീരെ വെയിറ്റ് ഇല്ലാത്ത ജോർജറ്റ് ആണ്. എൻ്റെ ഹെഡിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഇത് 3ഉം ജോർജറ്റ് ആണ്. പക്ഷേ ആ മെറ്റീരിയലിൻ്റെ തന്നെ ഭയങ്കര വേരിയേഷൻ ആണ്. ഇപ്പോൾ ഈ 3 ഇതും പറയുന്നത് ഇത് തലയിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പം ഇത് ഹെഡിൽ ഫിക്സ് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരുപാട് 3 വർഷമായി, എന്നാലും ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇതിനും ഒരു 250 ഉള്ളൂ.
ഇനി ഈ ഒരു ഷോളാണ് നമുക്ക് ബാക്കിയുള്ളത്. ഈ ഒരു ഷോൾ എന്ന് വെച്ചാൽ തലയിൽ നിന്ന് തീരെ ചാടിപ്പോവില്ല, നമ്മൾ ഇട്ടാൽ അതേപോലെ ഉണ്ടാവും. ഇത് മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് ആണ്. ഇത് പെട്ടെന്ന് കണ്ടാൽ ജേഴ്സി മെറ്റീരിയൽ പോലെയാണ് ഇത് നിൽക്കുന്നത്, പക്ഷേ ഇത് വിസ്കോസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു റെയർ ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്ക് ആണ്. നമ്മൾ റോൾ ചെയ്ത് വരുമ്പോൾ സ്റ്റോൺ വർക്ക് നല്ല രസമാണ്, കംഫർട്ടബിൾ ആണ്. ഞാൻ പറഞ്ഞില്ല, തീരെ സ്ലിപ്പാവില്ല. നമ്മൾ ഇട്ട പോലെ തന്നെ നമ്മളുടെ ഹെഡിൽ ഉണ്ടാവും. പക്ഷേ ഇത് വിസ്കോസ് മെറ്റീരിയൽ ഓൾമോസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തുണിയിൽ ഇങ്ങനെ നൂല് പൊന്തും. നമ്മുടെ നാട്ടിലൊക്കെ നിരക്കാന്നൊക്കെ പറയും. ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര പ്രോബ്ലം ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല, പക്ഷേ എക്സാക്ട്ലി ഇതിൽ കുറച്ച് നൂലൊക്കെ പൊന്തി ഇതിങ്ങനെ വൃത്തികേടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഷിഫോൺ മെറ്റീരിയലൊക്കെ നിൽക്കുന്ന ആ ഒരു ഫിനിഷിൽ ഈ ഒരു മെറ്റീരിയൽ നിൽക്കില്ല വിസ്കോസ്. ഇപ്പം വാങ്ങി 2 ദിവസം കഴിഞ്ഞാലും നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒരൊറ്റ വാഷിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വാഷിലോ നമ്മൾ എത്ര കീപ്പ് ചെയ്ത് വാഷ് ചെയ്താലും വിസ്കോസ് ഹിജാബിൽ നൂല് പൊന്നുന്ന പ്രശ്നങ്ങളുണ്ടാവും. നിരക്കുന്ന സമയത്ത് അതൊരു കുറച്ച് പഴയതായ പോലെ തോന്നും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഷോളൊക്കെ വാങ്ങിയിട്ട് 3 വർഷമായി. ഇപ്പോഴും ഇത് പുതിയതുപോലെ നിൽക്കും, കാരണം ജോർജറ്റ് എപ്പോഴും പുതിയതുപോലെ നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് വിസ്കോസ് ഹിജാബുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ജേഴ്സി മെറ്റീരിയൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഒട്ടി നിൽക്കുന്ന മെറ്റീരിയലുകൾ നമ്മൾ എത്ര കീപ്പ് ചെയ്ത് വാഷ് ചെയ്താലും അതിന് കുറേ കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരും. ഇതിന് ലാസ്റ്റിംഗ് ഇല്ല, ഇതത്ര ഡ്യൂറബിൾ അല്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര ലെയർ എടുത്താലും ആ ലെയർ അതുപോലെ അവിടെ ഫിക്സിങ് പറ്റും. ഇപ്പം നമുക്ക് വെഡിങ് ഹിജാബിനൊക്കെ എപ്പോഴും നിങ്ങൾ വിസ്കോസ് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെഡിങ് ഹിജാബ് എപ്പോഴും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത് ഒരുപാട് ലെയറുകൾ നമ്മൾ എടുക്കുന്ന സമയത്താണ്. അപ്പം ഇപ്പോൾ ഇട്ട ഈ ഷിഫോൺ ഷോളിനൊക്കെ നമ്മൾ ഒരുപാട് ലെയർ എടുക്കാൻ നിന്നാൽ ഒരു ലെയർ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഉള്ളത്തെ ലെയർ പോന്നിട്ടുണ്ടാകും, കാരണം അതിങ്ങനെ ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ നമ്മൾ ഓരോ ലെയറിനും ഓരോ സൂചി യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു ലെയർ എടുത്താൽ ആ ഒരു ലെയർ അവിടെ ഉണ്ടാവും. അതിന് മേലെ നമ്മൾ എത്ര ലെയർ എടുത്താലും ആ ലെയറൊക്കെ നല്ല നീറ്റിൽ നല്ല വൃത്തിയിൽ ലഭിക്കും. നല്ല രീതിയിൽ ഒരുപാട് ടൈം എടുത്ത് ഫിനിഷിങ്ങിൽ റോൾ ചെയ്യുന്നവർക്കൊക്കെ വിസ്കോസ് നല്ലൊരു മെറ്റീരിയൽ ആയിരിക്കും. സിമ്പിളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഷിഫോൺ ഇതുപോലെയുള്ള ജോർജറ്റൊക്കെയാണ് കൂടുതൽ നല്ലത്. സോ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഹിജാബ് കളക്ഷൻസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. മറ്റൊരു പുതിയ ഹിജാബ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.